നമസ്കാരം. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 13 ദിവസങ്ങൾ പിന്നിടുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് 3 മനുഷ്യരെയാണ് കടലിൽ മീൻ പിടിക്കാൻ പോയതുമായി ബന്ധപ്പെട്ട് കാണാതായിട്ടുള്ളത്. അതിൽ ഷിജിനായുള്ള തിരച്ചിൽ മുതലപ്പുഴ കേന്ദ്രീകരിച്ച് പുഴയുടെ സമീപത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരാൾ പോലും ഇല്ലാത്ത സാഹചര്യം. വന്ന സമയത്ത് പോലീസിന്റെ വള്ളം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അതും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അതായത് മാധ്യമങ്ങൾ പോലും മാറുന്ന സമയത്ത് ഇപ്പോൾ അന്തരീക്ഷമാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. തിരച്ചിൽ നടത്താൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഇവിടെ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലുകൾ ഇപ്പോഴില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഷിജിന് വേണ്ടി ഈ പറയുന്നത് പോലെ സ്കൂബ ഡൈവേഴ്സ് അടക്കം എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. അതേസമയത്ത് ഇപ്പോൾ നേവിയുടെ കൂടുതൽ അഡ്വാൻസ്ഡ് ലെവലിലുള്ള തിരച്ചിൽ പ്രദേശങ്ങളിലേക്കൊക്കെ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എങ്കിൽ പോലും ഒരു മനുഷ്യനെ കാണാതായിട്ട് 13 ദിവസം തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഇത്തരം സംവിധാനങ്ങളിൽ ഡെവലപ്മെന്റ് വരണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലുള്ള മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ച് വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് ഇവിടെ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ. ഇത് മുതലപ്പൊഴി എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും പലപ്പോഴും പലതരത്തിൽ ഇവിടെയുള്ള അപകട മരണങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരു മരണപ്പൊഴിയായും കാണുന്നവരുണ്ട്. സ്കൂബ ഡൈവേഴ്സിന് പോലും ഇവിടെ ഇറങ്ങാനോ തിരച്ചിൽ നടത്താനോ ഭയമുള്ള ഒരു പ്രദേശമാണ്. കാരണം ഇവിടെ എപ്പോഴാണ് അപകടം ഉണ്ടാകുക എന്നത് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അത്തരമൊരു ഇടത്ത് ഈ ഷിജിന്റെ മൃതദേഹം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലും ഉറപ്പിലുമാണ് മത്സ്യബന്ധന തൊഴിലാളികൾ. ഷിജിന്റെ സുഹൃത്തുക്കളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മളോട് പറഞ്ഞത്, ഈ ഒരു പ്രദേശത്ത് നിന്ന് കാറ്റ് വരുന്ന ദിശയിൽ കാറ്റ് വരുന്ന സമയത്ത് ഒരു മൃതദേഹത്തിന്റെ മണം പോലെ കടലിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ മണമൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന ആളുകളാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നത് അങ്ങനെ ഒരു മൃതദേഹത്തിന്റെ മണം പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷിജിന്റെ മൃതദേഹം ഈ പ്രദേശത്ത് എവിടെയോ ഉണ്ട് എന്ന് ഉറച്ച് തീരുമാനിച്ചിരിക്കുകയാണ് ഈ മത്സ്യബന്ധന തൊഴിലാളികളും ഷിജിന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ ഒരു മേഖലയിൽ തിരച്ചിൽ നടത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ തങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം തന്നെ തിരച്ചിൽ നടത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു, കഴിവിന്റെ പരമാവധിയിൽ അപ്പുറത്തേക്ക് ചെയ്തു കഴിഞ്ഞു എന്ന് വളരെ നിസ്സാരവൽക്കരിച്ചാണ് ഇപ്പോൾ സർക്കാർ ഈ ഒരു വിഷയത്തിൽ മറുപടി നൽകുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇപ്പോൾ 13 ദിവസം കഴിഞ്ഞല്ലോ, തിരച്ചിലൊക്കെ ഏകദേശം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളിനി പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്? ഈ പറയുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആളെ കിട്ടാത്തിടത്തോളം മുന്നോട്ടുള്ള ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണല്ലോ. അപ്പോൾ ഇനി എന്താണ് ഒരു ആവശ്യം നിങ്ങൾ ഉന്നയിക്കുന്നത്? പിന്നെയുള്ള എന്താവശ്യം എന്ന് വെച്ചാൽ, അവർ ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടോ. എൻ്റെ മകൻ്റെ ചികിത്സയായിരുന്നാലും എനിക്കൊരു ജോലിയായിരുന്നാലും ഒരു മന്ത്രിയായിരുന്നാലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതും എനിക്ക് തോന്നുന്നു അവർ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ട്. എന്നാലും സ്കൂബ ഡൈവേഴ്സിനൊക്കെ തിരച്ചിൽ നിർത്തി. 2 ദിവസം അവർ തിരക്കി. അവരെ കൊണ്ട് പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അവർ നിർത്തി. ഇപ്പോൾ പിന്നെ സാധാ തിരച്ചിൽ പോലെ തിരക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെ അവർ തിരക്കുന്നുണ്ട്. പിന്നെ അവർ എൻ്റെ മോൻ്റെ ചികിത്സയായിരുന്നാലും എനിക്ക് ജോലിയായിരുന്നാലും അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലിയുടെ കാര്യം അവർ നോക്കട്ടെന്ന് പറഞ്ഞു. ബാക്കി മോൻ്റെ ചികിത്സ, ഹാർട്ട് പേഷ്യൻ്റാണ് എൻ്റെ മോൻ, അവൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ മുതലപ്പൊഴിക്ക് വേണ്ടി എന്തെങ്കിലും അവർ തീരുമാനം ഉടനെ എടുത്തേ പറ്റും. കാരണം ഇനിയൊരു ഇത് ഉണ്ടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാരണം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞൂടാ. അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളായിരുന്നാലും അവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇതിന് വേണ്ടി എന്തോന്നൊക്കെ വരണം, എന്തോന്നൊക്കെ ചെയ്യണമെന്ന് അവർക്കും അറിയാം. അവരുടെ അഭിപ്രായം കൂടെ എടുത്തുകൊണ്ട് മുതലപ്പൊഴിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു വരുന്നത് വരെ, അടുത്തൊരാൾക്ക് ഇത് സംഭവിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ ഇതിന് മുമ്പായിട്ട് എന്തെങ്കിലും ചെയ്യണം, നടപടിയെടുക്കണം. ഈ പറയുന്നത് പോലെ ഇപ്പം ഇതുവരെ നടന്നിട്ടുള്ള തിരച്ചിലിൻ്റെ സംതൃപ്തിയാണ്? ഇതുവരെ നടന്നിട്ടുള്ളത് സംതൃപ്തിയാണ്. കാരണം കൂടെ നിന്ന് എൻ്റെ മാമന്മാരായിരുന്നാലും കൂടെ നിന്ന് കണ്ടവരാണ്. തിരച്ചിലിൽ എത്ര ബുദ്ധിമുട്ടായിരുന്നു, അവരുടെ ഇത് തന്നെ എത്ര ബുദ്ധിമുട്ടായിരുന്നു കണ്ടവരാണ്. അതുകൊണ്ട് ഇതുവരയ്ക്കും ഒരു തിരച്ചിലിൽ നടന്ന ഇതാണ്, തൃപ്തിയാണ്. പിന്നെ എന്ന് വെച്ചാൽ 2 ദിവസം നല്ല തിരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നേവിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല, കടലോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അതിനുശേഷമുള്ള അപ്ഡേറ്റൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ച് വാങ്ങേണ്ട ഒരു ഇത് വരുന്നുണ്ട്.
2 ദിവസം കൊണ്ട് ഇന്നലെയും ഞങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടിയില്ല. പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് അപ്ഡേറ്റ് തന്നത്. ഇന്നും ഇതുവരേക്കും ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് തെരച്ചിൽ മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇതുവരേക്കും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. പിന്നെ ബാക്കി തെരച്ചിൽ നടത്തുന്നുണ്ടെന്ന് തന്നെയാണ് എപ്പോഴും വിശ്വസിക്കുന്നത്. തിരയുന്നുണ്ടെന്ന് തന്നെയാണ് കിട്ടിയ അറിവ്. ഈ വീട്ടിൽ ആരൊക്കെയുള്ള? ഷിജിൻ മാത്രമായിരുന്നോ ജോലിക്ക്? അല്ല, എൻ്റെ പപ്പയും കടൽ പണിക്കാരനാണ്. എൻ്റെ പപ്പയും ജോലിക്ക് പോകുന്നുണ്ട്. എൻ്റെ അനിയത്തിയുടെ ഭർത്താവും കടൽ പണിക്കാരനാണ്. പക്ഷെ ആളിപ്പോൾ പുറത്താണ്. എന്നാലും കടൽ പണിക്കാരനാണ്. അവിടെയും ഇവിടെയും കടൽ പണി തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് 3 അനിയത്തിമാരുണ്ട്. എൻ്റെ അമ്മയും അച്ഛനും ഞാനും എൻ്റെ ഭർത്താവും 2 പിള്ളേരും അവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് സർക്കാർ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കൂടെ ഉണ്ടാവുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതുവരയ്ക്കും അതിൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കാണുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ചേട്ടാ, ഷിജിൻ ഉൾപ്പെടെ മുതലപ്പുഴ എടുത്ത ജീവൻ എന്ന് പറയുന്നത് എണ്ണുന്നതിന് അപ്പുറത്തേക്കാണ്. പല ബോഡികളും ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്ന് നമ്മളിപ്പോൾ അവിടെ നിന്ന് അന്വേഷിച്ചപ്പോഴും പറയുന്നു. അപ്പോൾ പണിക്ക് പോകുന്ന ആളാണ്. എന്താണ് ശരിക്കും അവിടുത്തെ ഒരു അവസ്ഥ? പറഞ്ഞ് മടുത്തതാണെങ്കിൽ ഇനി അവിടെ എന്ത് മാറ്റം വന്നാൽ നിങ്ങൾക്കൊരു സുരക്ഷ ഉണ്ടാവും? അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർബർ ഒത്തിരി വികസനമുണ്ട്, വീതി ഉണ്ടായിരിക്കണം. ഇതൊരു ചെറിയ ഒരു ഇതാണ്. അപ്പം നമുക്ക് ഈ മണ്ണുണ്ട, അവിടെ മണ്ണ് കൂടി കിടക്കുക. അപ്പം മണ്ണ് നല്ല രീതിയിൽ എടുക്കണം. വർഷം തോറും മണ്ണെടുക്കണം. ഈ കടലടി ഇല്ലാത്ത സമയങ്ങളിൽ മണ്ണെടുത്തിരിക്കണം. മണ്ണെടുത്താലേ ഈ കടലടി വരണ സമയമാകുമ്പോൾ മണ്ണിൻ്റെ ഇത് കുറയുള്ളൂ, ഈ തിരമാല കുറയുള്ളൂ. ഈ മണ്ണെടുക്കാതിരിക്കും കാലം തൊട്ട് അവിടെ ഇത് എടുക്കില്ല. ഈ അദാനിയുടെ ഒരു കല്ലടിക്കണ ഒരു ടൈമിന് മാത്രമാണ് മണ്ണെടുത്തത്. ആ സമയം കടലടി കുറവായിരുന്നു. ഇപ്പം അതിനുശേഷം അവർ ആ കല്ലടിക്ക് ഇതിന് സ്റ്റോപ്പാക്കി വെച്ച് നിർത്തിയ ശേഷം അതിനുശേഷം ഇതുവരെ മണ്ണെടുത്തിട്ടില്ല. അപ്പോൾ അവിടെ നല്ല രീതിയിൽ താഴ്ച കുറവാണ്. താഴ്ച കുറവായതുകൊണ്ട് ഈ കടലടി അടിക്കും. പിന്നെ ഈ ഹാർബറിന് വികസനം ഇത് വീതി പോരാ. ഇവരിപ്പം തന്നെ ആ വളച്ചിരിക്കുന്ന ആ കല്ല് തന്നെ അവരത് കുറച്ചുകൂടെ നീട്ടാണ്ടായിരുന്നു. അത് അവരുടെ അസാധ്യം മൂലമാണ്. അവരുടെ പെട്ടെന്ന് ഈ ഈ വർഷത്തെ കടൽ അടിക്കാതിരിക്കാൻ വേണ്ടി അവർ പെട്ടെന്ന് വളച്ചെന്നാണ് അവർ പറയുന്നത്. അത് വളച്ച് അത് ക്ലിയർ അല്ല. അപ്പം ഇവർ ഈ ചെയ്യുന്ന ഈ മണ്ടത്തരത്തിൽ വേലകളാണ് ഈ ജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് ചെയ്യേണ്ട പഠനം അനുസരിച്ച് അത് ചെയ്തിരിക്കണം. മത്സ്യത്തൊഴിലാളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചും ഇവരുടെ പഠനവും നോക്കിക്കൊണ്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മളെ ഈ ഹാർബറിൽ എത്രത്തോളം ഹാർബർ വീതി ഉണ്ടായിരിക്കുമോ അത്രത്തോളം കടലടി തിരമാലകൾ കുറഞ്ഞിരിക്കും. പിന്നെ എല്ലാ വർഷങ്ങളും മണ്ണെടുത്തിരിക്കണം. മണ്ണ് മസ്റ്റായിട്ട് അത് മാറ്റിയിരുന്നാലേ അവിടുത്തെ ഇതിന് പരിഹാരമാവുകയുള്ളൂ. അല്ലാതെ ഇതിന് ഒരു പരിഹാരം ആവത്തില്ല. ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇനി ഇവർ ഈ കല്ല് ഇങ്ങനെ നീട്ടിയാലും ഈ കൂടുതൽ ഇവിടെ നിന്ന് വരുന്നത് ഇങ്ങന്നാണ്, ഈ മേലാന്നാണ് ഈ കടൽ ഇങ്ങ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഈ കടൽ ഈ കല്ല് ഇങ്ങോട്ട് വളച്ചുകൊണ്ട് ഈ സാധനം കൂടുതൽ ഇങ്ങന്നേ വരത്തുള്ളൂ. ഇത് മാറ്റി തിരിച്ചാണ് കറക്കിയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കടലടി ഇവിടെ പ്രശ്നം വരത്തില്ല. പിന്നെ ഈ കായൻ്റെ ഒഴുക്ക് ചിലപ്പോൾ എനിക്കറിയത്തില്ല, അത് എങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് ആ പഠിച്ച ആൾക്കാർക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അവർ പഠിച്ച രീതിയിലാണ് ഇട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര 200 മീറ്റർ എന്തോരം നേരെ നീട്ടിയിട്ടാണ് ഇത് കറക്കാനുള്ളത്. അത് അവർ പകുതിയിലാക്കി വെച്ചിട്ട് അവരത് കറക്കിയത്. അപ്പോൾ അവർ ചെയ്യുന്നതൊക്കെ അസാധ്യമായ ഒരു പരിഹാരത്തിന് വേണ്ടി ചെയ്യണമല്ല, അവർക്ക് ആവശ്യത്തിന് വേണ്ടി അവർ പെട്ടെന്ന് തീർക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ അനുഭവിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. പണിക്ക് പോയപ്പോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നോ? ഞാൻ മിക്ക ദിവസം കടലിൽ പോയിക്കൊണ്ടിരുമ്പോൾ കടലിന്റെ കൂടെ തന്നെ ഈ തിരമാല കൂടെ കടലിൽ മിക്ക ദിവസം നമ്മൾ ഓടുന്നത്. നമ്മൾ ദിവസം പേടിച്ച് തന്നെ ഇതിൽ പോകണം ചെയ്യുന്നത്. കൂടുതൽ ഈ 3-4 മാസമാണ് പ്രശ്നം. ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസമാണ് പ്രശ്നം. ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ കടലടി ഒത്തിരി ശാന്തതയായിരിക്കും. ഈ 4 മാസമാണ് ഒത്തിരി കറക്റ്റായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ പിന്നെ ഈ കല്ലിൻ്റെ അടുത്തുള്ള ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും ഈ ബുദ്ധിമുട്ട്, മത്സ്യത്തൊഴിലാളിക്ക് കടൽ വള്ളം മറിഞ്ഞ് കയറാനുള്ള സമ്പ്രദായങ്ങൾ ഒന്ന് സെറ്റാക്കി വെക്കുക. ഈ ബോയായോ അല്ലെങ്കിൽ ഈ കല്ലിലൊക്കെ മറ്റേ കമ്പി വല ഇങ്ങനെ പിടിച്ച് ഈ കല്ലിൽ പിടിച്ച് കയറാനുള്ള സമ്പ്രദായങ്ങൾ ഒന്ന് വെക്കുക. എന്നാൽ ഈ വള്ളം മറിഞ്ഞ് പോണ മത്സ്യത്തൊഴിലാളിക്ക് ഒരു നീന്തി കയറാനുള്ള ഒരു വിശ്വാസം കാണും. അല്ല, ഇതൊന്നും ഇല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി കൂടുതൽ ഇവിടെ പോകുന്നത് പേടിച്ചാണ് പോകുന്നത്. തിരമാലയിൽ നമ്മൾ ഈ കൂടുതലും ആൾക്കാർ മരിക്കുന്നത് തിരമാലയിൽ പേടിച്ചാണ് കൂടുതൽ ഈ ആൾക്കാർ ഇവിടെ മരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ ഒന്ന് സെറ്റാക്കി വെക്കുക. ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടി ലൈഫ് ജാക്കറ്റ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ അത് ധരിച്ചല്ല പോകുന്നത്. കാരണം മത്സ്യത്തൊഴിലാളിക്ക് ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോകാനൊന്നും നമുക്ക് അസ്വസ്ഥയായിരിക്കും. പക്ഷേ ഈ ഗവൺമെൻറ് പറയുന്നുണ്ട് ഈ ജാക്കറ്റ് ഇതൊക്കെ കൊണ്ടുവന്നത്. അത് നമ്മൾ ബോട്ടിൽ വെച്ചിരുന്നിട്ട് നമ്മൾ അത് എല്ലാ വള്ളത്തിലും കാണണമെന്നില്ല, എല്ലാ ബോട്ടിലും കാണണമെന്നില്ല.
അത് ഗവൺമെൻറ് അത് ഇവരാണ് നോക്കേണ്ടത്. ഈ കോസ്റ്റം കാലീസാണ് ഈ കാറ്റ് മഴ ഉള്ള സമയം ഈ വള്ളങ്ങളിലൊക്കെ ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞ് നോക്കേണ്ടത് അവരുടെ കടമയാണ്. അവർ ജസ്റ്റ് കടലടി ഉണ്ടെന്ന് പറഞ്ഞാൽ പറയുന്നത് കടലടി ഉണ്ട് വേണ്ട പോകണ്ട, അവർ അത് നല്ല രീതിയിൽ നോക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ വള്ളത്തിലും നോക്കിയിരുന്നെങ്കിൽ ഒരുവിധം ആൾക്കാർ ഇത് എടുത്തിട്ടൊക്കെ രക്ഷപ്പെട്ട് അത് ഒരുവിധം വരുമായിരുന്നു. ഇത് കൊണ്ടുപോകണമെന്നുണ്ട് ഗവൺമെൻറ് നിയമമുണ്ട്. പക്ഷേ തോല വള്ളങ്ങളിലൊക്കെ ഇതൊക്കെ കുറവാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത് ഇതൊക്കെ തോന വള്ളത്തിൽ കുറവാണ്, കൊണ്ടുപോകണമെന്നുണ്ട്. അത് ഗവൺമെൻറ് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി അതവർ പറയുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഉപയോഗിച്ച് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഉപയോഗിച്ച് ജോലി ടൈമിന് ഉപയോഗിക്കാൻ പറ്റിയ പാടാണ്. കാര്യം നമുക്ക് അത്ര നമ്മൾ ഇട്ടിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ നമുക്ക് ഇതായിരുന്നു. നമ്മൾ കടലടിയിലൊക്കെ ഒറ്റ ബനിയനും ഒറ്റ തോർത്തൊക്കെ കൊടുത്തിട്ടാണ് കൂടുതൽ കാര്യം. എന്തായാലും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ നോക്കണം. നീന്തൽ അറിയുന്ന ആൾക്കാർ, നീന്തൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ജാക്കറ്റ് ഇട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ മുന്നറിയിപ്പ് കിട്ടിയതിന് ശേഷമാണ് നിങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ മത്സ്യബന്ധനത്തിന് പോകുന്നെന്നുള്ളൊരു വിമർശനമുണ്ട്. അപ്പോ ഈ മുന്നറിയിപ്പിന്റെ കാര്യം എങ്ങനെയാണ്? മുന്നറിയിപ്പ് ചില ഇവിടെ തരുന്നുണ്ട്, ചില ടൈമിന് തരുന്നുണ്ട്. ചില ടൈമിന് അവർ എനിക്ക് ഇന്ന് സംഭവിച്ചതിൽ അവർ തന്നില്ല, 100% തന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മുൻകൂട്ടി അവിടെ ഈ ബോട്ടുണ്ടല്ലേ, 2 ഡക്കും ഉണ്ട്, ഒരു പോലീസ് ബോട്ടും ഉണ്ട്. അത് അവിടെ പാലമുണ്ട്, ഈ ഹാർബറിലൊരു പാലമുണ്ട്, അവിടെ നിരത്തിയിട്ടിക്കുക. നിരത്തിയിട്ടിട്ടുണ്ട്. ഈ വർണ്ണ വള്ളങ്ങളിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യും, ഇതിൽ ഇത് സാധനം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറ ഇത് പറ്റൂല. നിങ്ങളത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ അവർ ലൈസൻസ് കട്ടാകും. മനസ്സിലാവണം? നിങ്ങൾ പറഞ്ഞ അവർ വീട്ടിലെ ബുദ്ധിമുട്ട് കണ്ടാണ് ഈ കാറ്റ് മഴ ഉണ്ടായിരുന്നാലും അവർ കാണും. കാര്യം കടലോട്ട് ജീവിക്കുന്ന ആൾക്കാർ, അവർക്ക് ഈ കടലില്ലാതൊന്നും പറ്റത്തില്ല. അവർ ഈ ഹാർബർ ഇവിടെ വേണം മുന്നേ നമ്മളെ തീരദേശങ്ങളിലും നമ്മൾ ഈ കടലടി സമയം തന്നെ നമുക്ക് പോകണം. കാര്യം ആ സമയമാണ് വില കിട്ടുന്നത്, മത്സ്യം കിട്ടുന്നത് നമുക്ക് ഈ 3 മാസത്തിലാണ് വില കിട്ടുന്നത്. ഈ കണവ ഈ കൊഞ്ചുകളൊക്കെ വരുന്ന ആ ടൈമാണ്. അപ്പം നമ്മൾ ഈ കടപ്പുറ സൈഡായിരുന്നില്ല, ഇപ്പോൾ ഈ ഹാർബർ പറഞ്ഞ മുന്നേ നമ്മൾ കടൽ സൈഡിൽ നമ്മൾ അന്ന് തന്നെ അതേ കണക്കിന് ഈ ജാക്കറ്റ് ഒന്നും കൊണ്ടല്ല നമ്മൾ പോകണം. നമ്മൾ ഒറ്റ തോർത്ത് ഒരു ഇത് ഇട്ടിട്ട് ടീഷർട്ട് ഇട്ടിട്ടാണ് അന്ന് നമ്മൾ പോണത്. അന്ന് നമ്മൾ ഈ ഇവിടെ കടലടി പോയപ്പോൾ ഇത്ര മരണങ്ങളും സംഭവിച്ചിട്ടില്ല. അന്ന് നമ്മൾ ഒരു ഇതിൽ നമ്മൾ മത്സ്യത്തൊഴിലാളിക്ക് ഒരു ഇതിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അതേ കണക്കാണ് നമ്മൾ ഹാർബറിലും പോണത്. അവർ പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ ബുദ്ധിമുട്ട്, ഒരു ലോൺ അടയ്ക്കാനായിരുന്നാലും ബാക്കിയുള്ള കാര്യത്തിനായിരുന്നാലും എല്ലാത്തിനായിരുന്നാലും ബുദ്ധിമുട്ട്. ഇവർ പോകണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അന്നത്തെ ശമ്പളം നമ്മൾ ഫിഷറീസിൽ തന്നെ 1500 രൂപ അടച്ചാലാണ് 4500. അത് തരുന്നത് ഓരോ കെടുവിനാട്ടോ 1500 രൂപ അടച്ചാൽ അവർ തരുന്നത്. അപ്പം നമുക്ക് എവിടെ ഇത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പറയുന്നതിൽ ഇനിയിപ്പോൾ ഷിജിൻ്റെ ബോഡി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ അവസ്ഥ എന്താണ്? അത് ഗവൺമെൻറ് നോക്കണം, ഗവൺമെൻറ് അത് ചെയ്യണം. അത് ഗവൺമെൻറ് മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ട് എന്തോരാണോ അത് ഗവൺമെൻറ് മനസ്സിലാക്കി അത് അവർക്ക് ചെയ്യണം.